പുലിമടയിലാണ് നമ്മളുള്ളത്. പുലികളൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങൾ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊരു ഇന്നലെ രാത്രി ഒരു 8:15 വന്നു. ഇന്ന് 4 മണി തൊട്ട് വേഷമിട്ട് തുടങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ ഒരുവിധം 20 പുലികളുണ്ട്. ഞങ്ങൾ ഈ അത്തച്ചമയത്തിന് ഞങ്ങൾ അനവധി വട്ടം വന്നിട്ടുള്ളതാണ്, അല്ലാണ്ട് ആദ്യമായിട്ടൊന്നല്ല. ഇത് പലവട്ടം ഞങ്ങൾ വന്ന് പോയിട്ടുള്ള സംഭവമാണ്. അത്തച്ചമയം എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു തുടക്കം ഇവിടെ നിന്നാണ്. എത്ര മണിക്ക് വരച്ചു തുടങ്ങിയാലാണ് കംപ്ലീറ്റ് ആവുക? ഇപ്പോൾ ഒരു പുലിനെ വരയ്ക്കാനായിട്ട് നമുക്ക് 2.5 മണിക്കൂർ പിടിക്കും. അതായത് 2 മണിക്കൂർ പിടിക്കുന്ന പറഞ്ഞാൽ ആദ്യം ഒരു സ്കെച്ച് വരച്ചിട്ട് പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം അടുത്ത് വരയ്ക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒന്നും ക്ലിയർ ആവില്ലല്ലോ. അപ്പോൾ ഒരു 2.5 മണിക്കൂർ അത് ഈ ഓരോ ആൾക്കാരെ മാറി മാറിയാവുമ്പോൾ നമ്മൾക്കും സമയം അറിയില്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മളതിനെ സ്കെച്ച് വരച്ചു മാറ്റി നിർത്തി അടുത്ത ആളെ വിളിച്ചു, അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ 2.5 മണിക്കൂർ അറിയില്ല. പക്ഷെ എന്നാലും 2.5 മണിക്കൂർ അവരുടെ മുന്നിൽ നിൽക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു. എത്ര നാളായിട്ട് പുലിക്കളി കലാകാരൻ? എനിക്ക് 48 വയസ്സായി. ഞാനൊരു 20 വർഷമായി ഉണ്ടാവും. എൻ്റെ അമ്മയുടെ വീട് പൂങ്കുന്നത്തായിരുന്നു, എൻ്റെ വീട് അടാട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ മാമന്മാരിടണ കണ്ടിട്ട് അങ്ങനെ ഒരു ജ്വരം കയറിയതാണ്. അവിടുന്ന് പിന്നെ എല്ലാ വർഷം ഇടും. വിയ്യൂർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരത്തെ ഏറ്റവും വലിയ കൊമ്പൻ ടീം എന്ന് തന്നെ പറയാം. ഈ വർഷം വിയ്യൂർ തന്നെ ഫസ്റ്റ് അടിക്കും. കുറച്ച് മുമ്പ് സംസാരിച്ച ചേട്ടൻ പറഞ്ഞു കുറച്ച് സസ്പെൻസ് ഒക്കെ ഇത്തവണത്തെ പുലികളിക്ക് തൃശ്ശൂർ ഉണ്ടാവുമെന്ന്. അങ്ങനെ എന്തെങ്കിലും വലിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? അതായത് വിയ്യൂർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ചേട്ടന്മാരാണ്. അരുൺ ചേട്ടൻ, സുഷി ചേട്ടൻ, സുമേഷ് ചേട്ടൻ. ഈ 3 ചേട്ടന്മാർ അവർ പൈസ അവർ നോക്കില്ലേ. കഴിഞ്ഞ പ്രാവശ്യം 14 ലക്ഷം രൂപ ചിലവായത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ, 500 കിട്ടിയത്. ഇപ്പം ഈ പ്രാവശ്യം ഞങ്ങളത് തിരിച്ച് പിടിക്കുന്നുള്ള ഒറ്റ പ്രയത്നത്തിലാണ് വീണ്ടും ഈ ചേട്ടന്മാരെ ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 12,000 രൂപ തരണം എനിക്ക്. ഞാൻ അത്രയും വർഷമായി വിയ്യൂരിന് വേഷം തന്നു. അത് ഈ അരുൺ ചേട്ടൻ തരും. അപ്പോൾ മോത്തി, പുലികളി ഒരു ചെറിയ കളിയല്ലെന്നാണ് ഇവിടുത്തെ നാടൻ പുലികളൊക്കെ തന്നെ പറയുന്നത്. ഓണം ഇഞ്ഞെത്തി എന്നതിൻ്റെ വിളംബരം കൂടിയാണ് ഈ പുലികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ട് മുതലേ ഉള്ളൊരു ആചാരമാണ്, അത് ഇന്നും നിലനിർത്തി പോരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയം എന്ന് പറയുന്നത് തന്നെ കൊച്ചി രാജവംശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഉത്സവമാണ്. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ അത്തം നാളിൽ തൃപ്പൂണിത്തുറ നഗരം ചുറ്റുന്ന കൊച്ചി രാജാവിൻ്റെ പഴയ ഓർമ്മകളുടെ പുതുക്കലാണ്. ആ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇന്ന് തൃപ്പൂണിത്തുറ നഗരസഭയും സംസ്ഥാന സർക്കാരും കൂടെ ജനകീയ കൂട്ടായ്മകളുടെ സഹകരണത്തോടെ ചേർന്ന് നടത്തുന്ന ഈ അത്തച്ചമയ ഘോഷയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ച് മുമ്പേ രാഘവൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പഴയകാല ഓണം ഇനി തിരികെ വരുമോ എന്നൊന്നും അറിയില്ല. ഈ പഴയ തൊടികളിൽ നിന്നും പൂന്നുള്ളി അത്തപ്പൂക്കളമിട്ട് ആ 10 ദിവസം, തിരുവോണം വരെയുള്ള 10 ദിവസമൊക്കെ പൂവിട്ടുകൊണ്ടിരുന്ന ആ പഴയ ഓണം ഇനി തിരികെ വരുമോ എന്നറിയില്ല. എങ്കിലും നമുക്കുള്ള നമ്മുടെ നന്മകളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വരുന്ന ഓണക്കാലത്തെയും ഈ ഓണക്കാലത്തെയും ഒക്കെ ഗംഭീരമായി തന്നെ ഒരുപാട് നന്മകളോടെ ഒരുപാട് സന്തോഷത്തോടെ ആഘോഷിക്കാൻ. പുലിമടയിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു ഓർമ്മ ഇടയ്ക്ക് നന്ദുഷയ്ക്ക് ഉണ്ടാവണം കേട്ടോ. പക്ഷെ സ്നേഹം നിറഞ്ഞ പുലികളുടെ ഇടയിലാണ് എന്നൊരു പ്രത്യേകത കൂടി അതിനുണ്ട്.